പ്രീതി നൽകണം. ലെറ്റ് ബ്രദർലി ലവ് കണ്ടിന്യൂ. സഹോദര പ്രീതി. ഈ മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രത്യേകത, മനുഷ്യര് ദൈവത്തിന്റെ സ്വരൂപമാണ്. അതുകൊണ്ടാണ് ക്രിസ്തുവിന്റെ അടുക്കൽ ഒരിക്കൽ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, കൈസർക്ക് കരം കൊടുക്കുന്ന വിഹിതമാണെന്ന് ചോദിക്കുമ്പം കർത്താവ് പറയുന്ന ഒരു വാക്കുണ്ട്, കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും. എൻ്റെ സ്വരൂപം പേറുന്നവരാണ് മനുഷ്യർ. മനുഷ്യർക്ക് ഉള്ള ഒരു പ്രത്യേകത, അവര് ദൈവത്തിന്റെ ഇമേജ് ക്യാരി ചെയ്യുന്നവരാണ്. ദേ ആർ ക്യാരിങ് ദ ഇമേജ് ആൻഡ് ലൈക്നെസ് ഓഫ് ഗോഡ്. നമ്മൾ കർത്താവിന്റെ ആ ഇമേജ് ലൈക്നെസ് എന്ന് പറയുമ്പോൾ ഒരു ഹ്യൂമൻ വേർഡ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പാടാം. കാരണം ദൈവം സർവശക്തനാണ്, സർവ്വവ്യാപിയാണ്, ഒംനിഷ്യൻ്റാണ്, ഒംനിപ്രട്ടൻ. ആ ദൈവത്തിന്റെ സ്വരൂപമാണോ നമ്മുടെ സ്വരൂപം? അല്ല, ദൈവം സർവ്വവ്യാപിയാണ്. നമ്മൾ പക്ഷേ സ്ഥലത്തിന്, സ്പേസില് ലിമിറ്റഡ് ആണ്, ദൈവവും അൺലിമിറ്റഡ് ആണ്. അപ്പം ദൈവത്തിന്റെ സ്വരൂപം എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ ആട്രിബ്യൂട്ട്സ് അഥവാ ദൈവത്തിന്റെ ചില ക്വാളിറ്റികൾ നമുക്കുണ്ടെന്നല്ലേ മനസ്സിലാക്കേണ്ടത്. ദൈവത്തിന്റെ ഏറ്റവും വലിയ സ്വരൂപം എന്താ? ദൈവത്തിന്റെ ഏറ്റവും വലിയ സ്വഭാവം. ദൈവം എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു ഇമോഷൻ എന്താ? ദൈവം ഭയമാ? ഗോഡ് ഈസ് ലവ്. ഏറ്റവും നല്ലൊരു നിർവചനമാണ്. കാരണം യോഹന്നാൻ അത് പറയുക, ഗോഡ് ഈസ് ലവ്. ദൈവം സ്നേഹമാണ്. ദൈവം സ്നേഹമാണെന്ന് പറഞ്ഞു. സ്നേഹമാകണമെങ്കിൽ ഒരാളും മതിയോ, ഒന്നിലധികം പേര് വേണോ? സ്നേഹം എന്ന് നമ്മൾ പറയുമ്പോൾ സ്നേഹം ഒറ്റയ്ക്കുള്ള സ്നേഹമുണ്ട്. അതിൻ്റെ നാട്ടിൽ വിളിക്കുന്ന, എനിക്ക് ഇവിടുത്തെ ഭാഷ അത്ര അറിയത്തില്ല, വൺ വേ ട്രാഫിക് എന്നാ. ഉള്ളിലിങ്ങനെ സ്നേഹം വർഷങ്ങൾ കൊണ്ടു കിടന്ന്, പറയാതെ കൊണ്ടു കിടന്ന് ഉരുകി തീർന്നവരൊക്കെ നമ്മുടെ കോളേജ് ക്യാമ്പസിലൊക്കെ ഉണ്ട്. അതിനെ വൺ വേ ട്രാഫിക് എന്ന് വിളിക്കും. അങ്ങോട്ട് കൊടുത്തത് ഇങ്ങോട്ട് ഇല്ല. കർത്തൃമേശ എൻ്റെ ഉള്ളത് കൊണ്ട് ഞാൻ ഒന്ന് സൂക്ഷിച്ച് സംസാരിക്കാം, കാരണം ബഹുമാനത്തോടെ. എന്നാലും പറയാറുള്ളൊരു പാട്ടുണ്ട്, അക്കരെ ഇക്കരെ നിന്നാലെങ്ങനെ ആശ തീരും, ഒന്നീ ആങ്കിളി അക്കരയ്ക്ക്, അല്ലെങ്കിൽ പെങ്കിളി ഇക്കരയ്ക്ക്. അക്കരെ ഇക്കരെ നിന്നാൽ, സ്നേഹം എന്ന് പറയുന്നത് ഒരാൾ മാത്രം പോരാ, ഒന്നില് അധികം പേരുണ്ട്. കൊടുക്കാൻ ഒരാൾ വേണം, സ്വീകരിക്കാൻ ഒരാൾ വേണം. ഇറ്റ്സ് ഓൾ അബൌട്ട് ഗിവിങ് ആൻഡ് റിസീവിങ്. സ്നേഹം കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്നു. അപ്പോൾ ഒരാൾ മാത്രമാണെങ്കിൽ നമുക്ക് സ്നേഹം ഫീൽ ചെയ്യത്തില്ല. അതുകൊണ്ടാണ് ദൈവത്തിന്റെ സ്വരൂപം എന്ന് പറയുമ്പോൾ ദൈവം ബന്ധമാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. എല്ലാവരും ആ വാക്കെന്ന് പറഞ്ഞേ, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഈ ത്രിയേക ദൈവം ഒരു ഡിവൈൻ മിസ്റ്ററിയാണ്. ഇന്ന് ഒത്തിരി സംവാദങ്ങളാണ് ഈ തൃത്വമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നത്. ഈ തൃത്വമായിട്ട് ബന്ധപ്പെട്ട് ഈ സംവാദങ്ങളെല്ലാം നടക്കുമ്പോൾ മനസ്സിലാക്കപ്പെടേണ്ട ഒരു കാര്യമുണ്ട്. നമുക്ക് ഹ്യൂമൻ വേർഡ്സിൽ ട്രിനിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ, ഇഫ് ഹ്യൂമൻ വേർഡ്സ് ആർ സഫിഷ്യന്റ് ടു എക്സ്പ്ലെയിൻ ദ മിസ്റ്ററി ഓഫ് ദ ട്രിനിറ്റി, നോട്ട് സഫിഷ്യന്റ്. അതതിൻ്റെ സത്യം. അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പാടാണ്. അതിൻ്റെ അർത്ഥം ഇതൊരു സത്യമല്ലെന്നല്ല. കാരണം ഹ്യൂമൻ വേർഡ്സ് ആർ ലിമിറ്റഡ്. അത്ര വലിയ ഒരു ഡിവൈൻ മിസ്റ്ററിയാണ് ട്രിനിറ്റി. പക്ഷേ ട്രിനിറ്റിയെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. റാന്നി വെല്ലുവിളിയുടെ ശതാബ്ദി പ്രസംഗത്തിൽ അന്നത്തെ പ്രഭാഷകനായിരുന്ന ഗീവർഗീസ് മാർ എവസ്താഥ്യോസ് തിരുമേനി മാവേലിക്കര ഭദ്രാസനത്തിലെ എൻ്റെ ഓർമ്മയിൽ ഓർത്തഡോക്സ് സഭയുടെ തിരുമേനിയായിരുന്നു. പക്ഷെ ഭയങ്കര പണ്ഡിതനായിരുന്നു. ദരിദ്ര ലോകത്തിൽ ധനവാനായി ജീവിക്കുന്നു, പാപം എന്ന് പറഞ്ഞ ഒരു തിരുമേനിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളും ചിന്തകളും എല്ലാം തന്നെ ബേസ് ചെയ്തിരിക്കുന്ന ട്രിനിറ്റേറിയൻ കൺസെപ്റ്റിലാണ്. നല്ല ചിന്തകനായിരുന്നു ഗീവർഗീസ് മാർ എവസ്താഥ്യോസ് തിരുമേനി. അപ്പോൾ എവസ്താഥ്യോസ് തിരുമേനി തൃത്വത്തെക്കുറിച്ച് പ്രസംഗിച്ചു. ഗാഢമായ ചിന്തകളായിരുന്നു. ത്രിമൂർത്തി സങ്കല്പങ്ങള്, ഹൈന്ദവ പുരാണങ്ങള്, യവന ചിന്തകളെല്ലാം എടുത്ത് അദ്ദേഹം തൃത്വത്തെക്കുറിച്ച് പ്രസംഗിച്ചു. അപ്പം പുറകെ എഴുന്നേറ്റത് ക്രിസ്തോസം തിരുമേനിയാണ്. മർത്തോമാ സഭയുടെ അല്ലെങ്കിൽ ജനങ്ങളുടെ തിരുമേനിയായിരുന്ന ജനങ്ങളുടെ ജനകീയനായ തിരുമേനി എഴുന്നേറ്റപ്പം പറഞ്ഞു എന്നാ പറയുക, പ്രിയ തിരുമേനി തൃത്വത്തെക്കുറിച്ച് ഇത്രയും പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തുപോയി, ത്രിയേക ദൈവത്തിന് ഈ കാര്യത്തെക്കുറിച്ച് ഇത്രയും അറിയാമോ? അദ്ദേഹത്തിൻ്റെ ഒരു തമാശയാണ്. അതായത് ത്രിയേക ദൈവം ഒരു ഡിവൈൻ മിസ്റ്ററിയാണ്. അതിനെ മനസ്സിലാക്കേണ്ടത് ബന്ധത്തിലാണ്. പിതാവും പുത്രനും പരിശുദ്ധ. എങ്ങനെയാണ് അവർ ഒന്നായിരിക്കുക?
സ്നേഹത്തിന്റെ ഐക്യതയാണ്. അതല്ല അതിന്റെ ഐക്യത. പിതാവെല്ലാം പുത്രന് കൊടുക്കുന്നു, പുത്രനെല്ലാം പിതാവിന് തിരികെ കൊടുക്കുന്നു. എന്തൊരു സ്നേഹത്തിന്റെ ഐക്യതയിലാണ് ആ ഗോഡ് ഹെഡിനെ ഞാൻ മനസ്സിലാക്കുക. ഇറ്റ്സ് ഓൾ അബൌട്ട് ഗിവിങ് ആൻഡ് റിസീവിങ്. പിതാവെല്ലാം പുത്രന് കൊടുക്കുന്നു, പുത്രനെല്ലാം പിതാവിന് തിരികെ കൊടുക്കുന്നു, പുത്രനും എല്ലാം കാൽ കീഴാക്കി വെക്കുന്നു, എന്നിട്ട് പുത്രൻ പിതാവിന് കീഴ്പ്പെട്ടിരിക്കുന്നു. അപ്പം ആ ബന്ധത്തിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുക. മനുഷ്യനുള്ള ഏറ്റവും വലിയ കഴിവെന്താ? ബന്ധങ്ങളാണ്. ഒരു സിമ്പിൾ ഡെഫിനേഷൻ, ഒരു വ്യക്തി, പേഴ്സൺ, ഹ്യൂമൻ ബീയിങ് എന്നുള്ളതിനൊരു സിമ്പിൾ ഡെഫിനേഷൻ എന്താ? നമ്മൾ വേണേൽ പറയും രണ്ടു കാലം നടക്കുന്ന മൃഗമാണ് ആര്? മനുഷ്യൻ എന്നൊക്കെ പറയാം. പണ്ടത്തെ ഒരു ഡെഫിനേഷൻ, പരസ്യത്തിലൊക്കെ പ്രസംഗിക്കുന്ന, അല്ലെങ്കിൽ മനനം ചെയ്യുന്നവനാണ് മനുഷ്യൻ. അതിനൊക്കെ ഉള്ള ഡെഫിനേഷൻ അപ്പുറത്ത് ജോൺ പോൾ രണ്ടാമൻ പറഞ്ഞിരിക്കുന്ന ഒരു ഡെഫിനേഷനുണ്ട്. പേഴ്സൺ ഈസ് ഓൾ അബൌട്ട് റിലേഷൻഷിപ്പ്. വ്യക്തി എന്ന് പറയുന്നത് എന്താണ്? ബന്ധമാണ്. ഇറ്റ്സ് ഓൾ അബൌട്ട് റിലേഷൻഷിപ്പ്. നമ്മളെല്ലാവരും ബന്ധമാണ്. ബന്ധങ്ങളില്ലെങ്കിൽ നമ്മളുണ്ടോ? ഇല്ല, നമ്മൾ ചിന്തിക്കാറില്ല. പക്ഷെ നമ്മളെല്ലാം ബന്ധങ്ങളാണ്. അപ്പന്, അമ്മ, നമ്മളെന്ത് റിസീവ് ചെയ്തു? എന്തല്ലോ ആരെന്നെല്ലാം റിസീവ് ചെയ്തു. ഒരു കൊച്ചിനെ എടുത്ത് വെച്ച് ചുമ്മാ നോക്കിയിട്ട് പറയാം, വല്യമ്മയുടെ മൂക്ക്, മരിച്ചുപോയ മാവിയുടെ ചെള്ള, കാർന്നവന്റെ കണ്ണ്. പറയോ ഇടി കണ്ടു കണ്ടോ? അയ്യോ, ചിരിച്ചപ്പം അമ്മാവിയെ പോലെ, കരഞ്ഞപ്പം അമ്മായിയെ പോലെ, ദേഷ്യം വന്നപ്പോൾ ആ ചത്തുപോയ മുത്ത് അമ്മയെ പോലെ. എല്ലാം നമ്മൾ ആരുടെയൊക്കെയോ ആണോ? നമ്മൾ ആരുടെയൊക്കെയാ? എല്ലാം നമ്മൾ എന്ന് പറയുന്ന മനുഷ്യൻ രൂപപ്പെടുമ്പോൾ അതിൽ ആരെല്ലാം ഉണ്ട്? ഒത്തിരി പേരുണ്ട്. നമ്മൾക്ക് എപ്പോഴാണ് പ്രായമാകുന്ന അറിയുക? പ്രായമാകുന്ന അറിയുന്നത് സാധാരണ പറയുന്നൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. നമ്മളെ ഒരാൾ കണ്ടിട്ട് പറയാം, അയ്യോ അണ്ട അച്ചായി നടക്കുന്ന പോലെ നടക്കുന്നത് എന്നോർത്ത് അറിഞ്ഞോണം. എന്തായി കാരണം ഒരു നടക്കുന്ന പോലെ കൂനി ഇരുന്നിട്ട്, എന്നോടിപ്പോൾ ചില പറയാറുണ്ട്, പപ്പ ഇരുന്നിട്ട് എഴുന്നേക്കുന്ന പോലെ ഒന്നാഞ്ഞ്. അതിൻ്റെ അർത്ഥം ഞാനും പ്രായമായെന്ന. നടക്കുമ്പം ഇരിക്കുമ്പം അപ്പനെ പോലെ ആയെങ്കിൽ നമ്മൾ അറിയാതാണ് നമ്മൾ സംശീകരിക്കുക. അപ്പൊ എല്ലാം അറിയുന്നു. നമ്മൾ ആരാ? ബന്ധമാണ്. നമ്മളെ ഫോം ചെയ്യുന്ന എല്ലാം ബന്ധങ്ങളാണ്. ആ ബന്ധങ്ങളിലെ വലിയൊരു ബന്ധമാണ് സഹോദര ബന്ധം. അതുകൊണ്ടാണ് വേദോസം പറയുക, സഹോദര പ്രീതി നിലനിൽക്കട്ടെ. പക്ഷെ ഇന്നത്തെ ഈ ഒരു മോഡേൺ തിരക്കിനകത്ത് നമ്മൾ ബന്ധങ്ങൾക്ക് വില കൊടുക്കാതെ ജീവിക്കുന്നവരാണ്. കുറച്ചുകൂടെ ധ്യാനത്തോടെ എല്ലാ ബന്ധങ്ങളെ കാണണം. ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട്, പണമുള്ള വിദ്യാഭ്യാസമുള്ള ആൾക്കാരുടെ ഇടയിലാണോ, തികച്ചും സാധാരണക്കാരായ പാവങ്ങളായ ആളുകളുടെ ഇടയിലാണോ ബന്ധങ്ങൾക്ക് വില കൂടുതൽ? ആർക്കായിരിക്കും? പാവങ്ങളുടെ ഇടയിലാണ്. എന്തോ ബന്ധമെന്നറിയോ? ചെറിയ വസ്തുതർക്കത്തിന്റെ പേരിൽ ഇവിടെ ഇരുന്നുകൊണ്ട് പിണങ്ങിയവരുണ്ട്. പെങ്ങളുമായിട്ട് മിണ്ടത്തില്ല. എന്താ കാര്യം? അവർക്ക് കൂടുതൽ കൊടുത്തു, ഇവർക്ക് കുറവ് കൊടുത്തു. ഞങ്ങളുടെ റൈറ്റാണ്, ആൻസെസ്ട്രൽ റൈറ്റ്. എന്തോന്നാ? അതേസമയം ഒന്നുമില്ലാത്തതെല്ലാം വയ്യാത്തവന് കൊടുത്തിട്ട് വാടക വീട്ടിൽ പോകുന്ന ചേട്ടനുണ്ട്, ഒരു പിണക്കുമില്ല. ബന്ധങ്ങൾ കുറച്ചുകൂടെ ധ്യാനിക്കണ്ടേ? വ്യക്തി എന്ന് പറയുന്ന ബന്ധമാണ്. സഹോദര പ്രീതി നിലനിൽക്കട്ടെ. എനിക്ക് ഒരേ ഒരു പെങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. അവൾ ഡയാലിസിസ് ആയിരുന്നു, മരിച്ചുപോയി. അവൾ മരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഫേസ് ചെയ്തൊരു പ്രശ്നമുണ്ട്. എനിക്ക് 4 പിള്ളേരാണ്. സത്യത്തിൽ ഇന്ന് തന്നെ അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമാണ്. ഒരു 600ഓളം അടുത്ത് കുടുംബങ്ങൾ എൻ്റെ സഭയിലുണ്ട്. എൻ്റെ കൂടെ 10-60 സഭകളുണ്ട്. പക്ഷെ എൻ്റെ ഒരു പ്രശ്നം, അവധി ഇടുമ്പോൾ എൻ്റെ പിള്ളേർ എവിടെ പോകും? അവൾ മരിച്ചുപോയി. മറ്റേ അവധി ഇടുമ്പോൾ എത്ര വയ്യായെങ്കിലും അവധി എന്ന് പറയുമ്പോൾ നേരത്തെ പറയും പ്രിയമ്മയുടെ അടുത്ത് പോകണം. പ്രിയമ്മ റെഡി. പിള്ളേരവിടെ പോകും. പിള്ളേരെ കൊണ്ട് അവൾ പോകും, ഹോട്ടലിൽ കൊണ്ടുപോകും, വല്ലതൊക്കെ കഴിക്കാൻ കൊടുക്കും. പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് പ്രിയമ്മയുടെ അടുത്ത് പോയിരിക്കാൻ. പക്ഷെ ഇന്നത്തെ എൻ്റെ പ്രശ്നം, അവധി ഇട്ട് പോകാനൊരു ഇടമില്ല. എൻ്റെ കൂടെ 10-60 കുടുംബങ്ങളുണ്ടെങ്കിലും പിള്ളേരെ അവധിക്ക് വിടാൻ നോക്കുമോ? അവധിക്ക് പോകണമെങ്കിൽ കൂടപ്പുറപ്പ് വേണ്ടേ? അവധിക്ക് വിടാൻ ഒരിടമില്ല. അതുകൊണ്ടൊക്കെയാണ് വേദോസം പറയുക, എല്ലാ ബന്ധങ്ങളെയും കുറച്ചുകൂടെ സ്നേഹത്തോടെ കാണാൻ കഴിയണം.
എല്ലാ ബന്ധങ്ങളെയും കുറച്ചുകൂടെ സ്നേഹത്തോടെ കാണാൻ കഴിയണം. സഹോദരപ്രീതി നിലനിൽക്കട്ടെ. അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും. അമ്മ മരിച്ചു പോയി കഴിഞ്ഞാൽ അപ്പനുണ്ടായിരുന്നു 7 വർഷം. ഞാൻ വരുമ്പോൾ 1 മണി 2 മണി 3 മണിയൊക്കെ ആവും. 1 മണി 2 മണിക്കൊക്കെ ഞാൻ വന്നാലും അവസാനമൊക്കെ ഓക്സിജനേറ്റർ ഇങ്ങനെ വെച്ചോണ്ടൊക്കെ ഇരിക്കുക. എന്നാലും ഓക്സിജനൊക്കെ വെച്ചുകൊണ്ട് ചാരികസേരയിൽ ഇങ്ങനെ ജെല്ലും തുറന്നിട്ട് നോക്കിയിരിക്കും. 1 മണിയാകുമ്പം 12 മണി ഇടയ്ക്ക് ഒരു വട്ടം വിളിക്കും, 2 വട്ടം എവിടായി. ഞാൻ വന്ന് കയറുമ്പോഴത്തേന് വട്ടം കണ്ടാൽ മതി, പതുക്കെ എഴുന്നേറ്റ് പോവും. എഴുന്നേറ്റ് പോകുമ്പോൾ ജനലിൽ കൂടെ കാണാം, എഴുന്നേറ്റിങ്ങനെ പോകുമ്പം കൈരിയെല്ലാം അങ്ങ് പോവും. അതിങ്ങനെ പിടിച്ചുകൊണ്ട് ഒരാൾ ഓക്സിജൻ വലിച്ചുകൊണ്ട് മുറിയിൽ പോകും. അപ്പം മരിച്ചു കഴിഞ്ഞാൽ ഫീൽ ചെയ്തൊരു കാര്യമുണ്ട്. ഭാര്യയെ വിളിക്കുന്ന ഒഴിച്ചാൽ നമ്മൾ ഈ കൺവെൻഷൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ എല്ലാവരും വിളിക്കും, എവിടായി, ചവിട്ടി വിട്ടോ, ഇടയ്ക്കങ്ങ് നിർത്തരുത്, ഇവിടെ വന്നേ കാപ്പി കുടിക്കാവൂ. തിരിച്ചു പോകുമ്പോൾ എവിടെ ആയെന്ന് ചോദിക്കത്തില്ല മക്കളെ. ഇന്ന് വരെ 2-3 പേരുള്ള ഭാഷ വീട്ടിൽ ചെന്നോ ചോദിച്ചത്. അവർക്ക് എന്താ, അവിടെ കൺവെൻഷൻ കഴിഞ്ഞാൽ അവിടെ പരിപാടി തീർന്നു. എന്നാ പിന്നെ പോവല്ലേ, ശരി, അത്രയുള്ളവര്. പക്ഷെ വന്നോന്ന് തിരക്കാൻ ആരാ ഉള്ളേ? പിള്ളേർ തിരക്കോ? ഇന്ന് വരെ തിരക്കിയിട്ടില്ല. പരമാർത്ഥം ഇതൊക്കെ. പപ്പ എവിടാന്ന് അവരും തിരക്കത്തില്ല, അവർ കിടന്നുറങ്ങും. പിന്നെ തിരക്കാൻ, നോക്കിയിരിക്കാൻ. അപ്പം അതൊക്കെ പോകുന്നതിന് മുമ്പ് ദിവസം പറയുന്നു, ബന്ധങ്ങൾ നഷ്ടപ്പെടുത്തരുത്, സഹോദരപ്രീതി നിലനിൽക്കട്ടെ. രണ്ടാമത്തെ ഒരു കാര്യം, അതിഥി സൽക്കാരം മറക്കരുത്. അതിഥി സൽക്കാരം എന്ന് പറയുമ്പോൾ നമ്മുടെ അതിഥി സൽക്കാരം അല്ലത്. നമ്മൾ ദൈവമക്കളായതുകൊണ്ട് കുറച്ചൊരു ലിമിറ്റേഷനുണ്ട്. എൻ്റെ ഒത്തിരി ബന്ധുക്കളുണ്ട് ഈ അമേരിക്കയിൽ, യാക്കോബക്കാരാണ്. അവർക്കൊക്കെ ഭയങ്കര സംഭവമാണ്. നാളെ പാർട്ടിയുണ്ട്, എല്ലാ വീക്കെൻഡും പാർട്ടിയാണ്. പാർട്ടി എന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ കൂട്ടത്തിൽ കുടി അട്ടിച്ച് വീരൂരും. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഒരു കൂട്ടരുണ്ട്, ഈ ജ്ഞാനേക്കാരുടെ അവർക്ക്. അവർ പറയുന്ന കാനായിലെ കല്യാണത്തിനാണ് കർത്താവ് വീഞ്ഞാക്കിയെന്നാണ്. ആ ലൈസൻസ് കൂടെ ഉള്ളത് കൊണ്ട് അട്ടിച്ച് വീരൂരും. പാർട്ടി കുട്ടി, സങ്കടം തോന്നും. ലൈവാ അല്ലേ? ഓ കുഴപ്പമില്ല, സത്യമല്ലേ? അട്ടിച്ച് കുട്ടി പാർട്ടി. ആ പാർട്ടിയുടെ കാര്യമാണോ ഇവിടെ പറയുന്നത്? ആ പാർട്ടി ഒരു കിട്ടാക്കട എന്ന് പറഞ്ഞാൽ ഈ പലിശയില്ല കട. നീ എന്നെ പാർട്ടിക്ക് വിളിച്ചാൽ ഞാൻ നിന്നെ വിളിക്കണം. മൊത്തം പാർട്ടിയാണ്. ബർത്ത്ഡേ പാർട്ടി, വെഡിങ് പാർട്ടി, ആനിവേഴ്സറി, ജോലി കിട്ടിയതിൻ്റെ പാർട്ടി, ജോലി പോയാലും പാർട്ടി, വിടത്തില്ലായിരുന്നു അവരവിടെ നിന്ന് റിലീസായി പാർട്ടി, പിന്നെ എല്ലാത്തിനും പാർട്ടിയാണ്. പാർട്ടിയോട് പാർട്ടി. ആ പാർട്ടി ആയിരിക്കുമോ ഈ പാർട്ടി? അതിഥി സൽക്കാരം ഒരിക്കലും ആയിരിക്കത്തില്ല. അതിനെപ്പറ്റി കർത്താവ് പറഞ്ഞുള്ള പാർട്ടികൾ, മേശകളിൽ വിരുന്നുകൾ ഛർദി കൊണ്ട് എന്ത് ചെയ്തിരിക്കുക, നിറഞ്ഞിരിക്കുക. എനിക്കത് ഇഷ്ടമില്ലെന്ന് തന്നെയാണ് സദൃശവാക്യത്തിലൊക്കെ പറയുക. അപ്പം പിന്നെ അതിഥി സൽക്കാരം എന്ന് പറയുന്നത് എന്തായിരിക്കാം? വേദപുസ്തകത്തിൽ ക്വസ്റ്റ്യൻ നേരത്തെ ഔട്ടായ ഒരു സംഭവത്തെക്കുറിച്ച് പറയുന്നുണ്ട്. നമ്മൾ സാധാരണ ക്വസ്റ്റ്യൻ പേപ്പർ നേരത്തെ റിലീസായ, ലീക്കായ, എക്സാം വിൽ ബി ക്യാൻസൽ ഓർ പോസ്റ്റ്പോൺഡ്, ക്വസ്റ്റ്യൻ ഈസ് ലീക്ഡ്. പക്ഷേ ഇവിടെ ക്വസ്റ്റ്യൻ പേപ്പർ നേരത്തെ കൊടുത്ത ഒരു വിധി വരുന്നുണ്ട്. മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായത്തിലാണ്. മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായത്തിൽ കാണുന്നു, മനുഷ്യപുത്രൻ തേജസ്സിന്റെ സിംഹാസനത്തിൽ ഇരുന്നിട്ട് ജനത്തെ 2ആയിട്ട് തിരിക്കുന്നു, ഇടത്തും വലത്തുമായിട്ട്. ക്വസ്റ്റ്യൻ 6 നേരത്തെ കൊടുത്ത് 2 പേർക്കും. 1, ഞാൻ വിശന്നിരുന്നു, ഞാൻ ദാഹിച്ചിരുന്നു, ഞാൻ നഗ്നനായിരുന്നു, ഞാൻ തടവിലായിരുന്നു, ഞാൻ രോഗിയായിരുന്നു, ഞാൻ അതിഥിയായിരുന്നു. നിങ്ങൾ എന്നെ സ്വീകരിച്ചോ? എനിക്ക് ഭക്ഷിപ്പാൻ തന്നോ? അപ്പോൾ അവർ ചോദിച്ചു, എപ്പോഴാണ് കണ്ടേ? അപ്പം കർത്താവ് പറഞ്ഞു, ഈ ചെറിയവർക്ക്. തിരിച്ച് വലത്തോളോട് പറഞ്ഞു, യു ആർ പാസ്റ്റ്. കാരണം ഭക്ഷിപ്പാൻ തന്നു, കുടിക്കാൻ തന്നു, ഉടുപ്പിച്ചു, കാണാൻ വന്നു. എപ്പോഴാ കർത്താവെ? ആർക്കാ? ഈ ചെറിയവർ. അപ്പൊ ദൈവം ചെറിയവരുടെ ദൈവമാണ്, വലിയവരുടെ ദൈവമേ അല്ല. വലിയവരുടെ ദൈവം അല്ലെന്ന് പറയുന്നില്ല, പക്ഷേ വലിയവരെക്കാട്ടിലും ദൈവം ആരുടെ ദൈവമാണ്? ചെറിയവരുടെ ദൈവമാണ്. അരുന്ധതി റോയ് എഴുതിയ നോവലുണ്ട്, ഓസ്കാർ പുരസ്കാരം കിട്ടിയതാ, ഗോഡ് ഓഫ്
സ്മോൾ തിങ്സ്, ചെറിയതുകളുടെ ദൈവം എന്ന അതിൻ്റെ മലയാള പരിഭാഷ. ചെറുതുകളുടെ ദൈവം കുറച്ച് സത്യ. ദൈവം എന്നും ചെറിയവരുടെയും ചെറുതുകളുടെയും ഒക്കെ ദൈവം. അപ്പോൾ അതുകൊണ്ടാണ് മത്തായി എഴുതിയ സുവിശേഷത്തിൽ 25-ാം അധ്യായത്തിൽ വിധി പറയുമ്പോൾ തേജസ്സിൻ്റെ സിംഹാസനോ സഭ കടന്നു പോകണമെന്നല്ല ഞാൻ എൻ്റെ മോറൽ ആസ്പെക്റ്റിലാണ് പറയുക. ഇടത്തും വലത്തുമായിട്ട് തിരിക്കും. അവിടുന്ന് ആയിരിക്കണം നമുക്ക് ഈ കുരിശ് വരയ്ക്കുന്നതിൻ്റെയൊക്കെ ഒരു ഡെഫിനേഷനൊക്കെ സാറിന് എപ്പിസ്കോപ്പൽ സഭകൾ പറയാറുണ്ട്. കുരിശ് വരയ്ക്കുമ്പം മേളിൽ നിന്ന് താപ്പോട്ട്, പിന്നെ പെന്തക്കോസ്തുകാർ വരയ്ക്കാറില്ല, വരയ്ക്കരുത്. ഇനി പ്രിൻസ് വന്ന് കുരിശ് വരയ്ക്കാൻ പറഞ്ഞെന്ന് പറയല്ലേ, ഞാനൊന്നും പറഞ്ഞില്ല. പിന്നെ മേളിൽ നിന്ന് താപ്പോട്ട്, പിന്നെ ഇടത്തുനിന്ന് വലത്തോട്ട് ചുമ്മാ വരയ്ക്കരുത്. ഇടത്തുനിന്ന് അർത്ഥം ഇടത്തു മക്കളായിരുന്നു നമ്മളെ വലത്തു മക്കളായെന്നുള്ള ഒരു കൺസെപ്റ്റാണ്. അതിൻ്റെ കൺസെപ്റ്റായിട്ട് ഡിഫൈൻ ചെയ്യുക. പക്ഷെ ഇവിടെ പറയുന്ന ആ ഡെഫിനിഷനിൽ ഇവിടെ 25-ാം അധ്യായത്തിൽ പറയുന്ന ഇടത്തും വലത്തുമായിട്ട് തിരിക്കുന്നു. ഇടത്തു മക്കളോട് പറയുന്നു ശപിക്കപ്പെട്ടവരെ, വലത്തു മക്കളോട് പറയുന്നു അനുഗ്രഹിക്കപ്പെട്ടവർ. രണ്ടുപേരും അത്ഭുതപ്പെട്ടു. എന്താ കാര്യം? കർത്താവ് പറഞ്ഞു ഈ ചെറിയവർ. ഇന്നും ദൈവം ആരുടെ ദൈവ? ചെറിയവരുടെ ദൈവം. ചെറിയവരുണ്ടെന്നുള്ളതും സത്യ. ഒരു പക്ഷെ ഒരു ഫസ്റ്റ് വേൾഡ് കൺട്രി പോലുള്ള അമേരിക്കയിൽ നിന്നുകൊണ്ട് ചെറിയവർ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കണമെന്ന് ബന്ധമില്ല. ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്. എൻ്റെ ഒരു കുഞ്ഞിൻ്റെ കൂടെ എൻ്റെ ഒരു കസിൻ്റെ വീട്ടിൽ താമസിക്കുക, അമേരിക്കയില്ല. അപ്പോൾ ചേച്ചി ഞങ്ങൾക്ക് വേണ്ടി, എൻ്റെ ചേട്ടത്തി എനിക്ക് വേണ്ടി നല്ല ഇന്ത്യൻ പൊറോട്ടയും നല്ല മട്ടൻ കറിയും വെച്ചു. അപ്പം പൊറോട്ട എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാരുടെ ഒരു സ്വകാര്യ അഹങ്കാരം എന്നാണ് ഞങ്ങൾ അതിനെ വിളിക്കുക. പൊറോട്ടയും ബീഫ് ഫ്രൈ. ഡോക്ടർ ക്ലാസ് എടുത്ത് കേട്ടോക്കളെ എന്തിനെ പറ്റിയെന്നറിയാമോ? പൊറോട്ട തിന്നുന്നതിൻ്റെ അപകടങ്ങളെക്കുറിച്ച്. പൊറോട്ടയും ബീഫയും കഴിക്കുമ്പോൾ ഹാർട്ട് അറ്റാക്കിൻ്റെ പേഴ്സൻ്റെ എല്ലാം എടുത്തിട്ട് തിരിച്ചു പോയപ്പോൾ ഇങ്ങനെ തട്ടുകട ഇന്ന് ചൂട് പൊറോട്ട തിന്നു. അപ്പോൾ എല്ലാ മലയാളികളുടെയും ഒരു ചെറിയ സ്വകാര്യ അഹങ്കാരം എന്ത്? പൊറോട്ടയാണ്. അപ്പോൾ പൊറോട്ടയും മട്ടൻ ചാപ്സും. അപ്പം ഞാൻ ആ മോനോട് പറഞ്ഞടാ ഇന്ന് പോലെ നമുക്കൊന്നിച്ച് കഴിക്കണ്ടേ, ഞങ്ങൾ കസിൻസാ, ഇരിക്കടാ. അങ്കിൾ ചേച്ചി ഞാൻ വരാം. അവനിങ്ങനെ നിന്നിട്ട് പതുക്കെ സ്കൂട്ടായി പോവാ. ഞാൻ നീ ഇവിടെ പോവാ, നീ നമുക്കൊന്നിച്ച് കഴിക്കാം, നീ ഇവിടെ പോവാ. അതെ ഞാൻ പറഞ്ഞു, ഞാൻ മക്കളോടാണ്ട് സാധനം മേടിക്കും, ബർഗർ മേടിക്കാൻ പോവാ. അപ്പം ഞാൻ പറഞ്ഞു മോശമല്ലോടെ, ഇത്രയും നല്ല പൊറോട്ട കഴിക്കുക. അപ്പം അവൻ എന്നോട് കാര്യം പറഞ്ഞു, വാട്ട് ടു ഡു, ദിസ് ഈസ് എ. എനിക്ക് മനസ്സിലായില്ല. ഞാൻ ചോദിച്ചു വാട്ട് യു മീൻ ബൈ എ? അമേരിക്കൻ arrogance. Though we all have this Indian food, we don't like it. അമേരിക്കൻ arrogance. അവൻ അന്നെ പഠിപ്പിച്ച ഒരു വേക്കാണ് എ. നിങ്ങൾക്കൊന്നും അതില്ല കേട്ടോ. എൻ്റെ കസിൻ എന്നോട് പറഞ്ഞൊരു കാര്യമാണ്. എന്നാലും ഫസ്റ്റ് വേൾഡ് കൺട്രിയിൽ അത് മനസ്സിലാക്കണമെന്നില്ല. പക്ഷെ ഇന്നും ആരുണ്ട്? ചെറിയവനുണ്ടെന്നുള്ളത് സത്യ. ഞാൻ കാണാതെ പോയി, നമ്മൾ പലരും കാണാതെ പോകും. എന്നെ ഈ ദിവസങ്ങളിൽ ഒലച്ച ഒരു സംഭവമുണ്ട്. ഒലച്ചുപോയി, എന്നെ ഒലിഞ്ഞുപോയി. കാരണം എനിക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല അത്രത്തോളം. എൻ്റെ സഭയിലുള്ള ഒരു പാസ്റ്റർ ശിവൻകുട്ടി, ഹൈന്ദവ പശ്ചാത്തലത്തിൽ വന്നൊരു ദേവദാസനാണ്, സുവിശേഷകനാണ്. തന്നെ കൊണ്ട് കഴിയുന്ന പോലെയൊക്കെ കർത്താവിൻ്റെ വേല ചെയ്യും. ഒമാനിലായിരുന്നു. ഒമാനിൽ നല്ല നിലയിൽ ഇതൊക്കെ ഇരുന്നു. പക്ഷേ അവിടുന്ന് ജോലി പോയി നാട്ടിൽ വന്നു. അന്നേരം അദ്ദേഹത്തിൻ്റെ കൈ കയറി പൈസയുണ്ട്, മോർ ദാൻ 50 lakhs. ആ പൈസ മുടുക്കര് പിള്ളേരാണ്, ബിറ്റ് സ്മാർട്ട്. അതിന് മൂത്ത മോളെയും മെഡിസിന് വേണ്ടി പുള്ളി ക്യാപിറ്റേഷന് വേണ്ടി ഒരാളെ ഏൽപ്പിച്ചു. അത് ചീറ്റിങ്ങായി. 50 ലക്ഷം രൂപ പോയി. അതുകൂടി അവർ ഷിപ്രക്കായി, തകർന്നു, നിരാശപ്പെട്ടു. ഈ മോള് പിന്നെ പഠിക്കാനും പോയില്ല, വിടാനും പൈസയില്ല. അവൾ ചെറിയ വല്ലാത്തൊരു മാനസികാവസ്ഥയിലേക്ക് പോയി. അമ്മയ്ക്ക് വല്ലാത്ത പ്രയാസങ്ങൾ. ചുരുക്കത്തിൽ ഈ കുഞ്ഞുങ്ങൾ മിടുക്ക ഇളയമ്മനൂടെ പഠിച്ചു. അപ്പോൾ അവർ തീരുമാനിച്ച് എങ്ങനെയെങ്കിലും വിട്ടു പഠിപ്പിക്കാൻ കുറച്ച് വസ്തുവൊക്കെ മേടിച്ചിട്ടുണ്ട്, അപ്പോൾ അത് വിൽക്കാം എന്നുള്ള ചിന്തയിൽ, ലോണൊക്കെ കിട്ടുമെന്നുള്ള ഒരു ചിന്തയിൽ ഗയാനയ്ക്ക് വിട്ടു മെഡിസിൻ പഠിക്കാൻ വേണ്ടി. മിടുക്കരാ പിള്ളേർ. ഗയാനയിൽ പോയി. വസ്തു വിൽക്കാമത്തില്ല. ഇപ്പം വസ്തു ആർക്കും വേണ്ട, വസ്തു വിൽക്കാമത്തില്ല, ഗയാനയിലാണ്. അവർക്കപ്പം 20 hours ഉണ്ട് വർക്ക് ചെയ്യാം. ഞാൻ മനസ്സിലാക്കുന്നത് വർക്ക് ചെയ്താൽ അവിടെ ഫുഡ് കാര്യങ്ങളൊക്കെ അങ്ങ് നടന്നു പോകും. പിന്നെ ഫീസ് മാത്രം ഇവിടുന്ന് അയച്ചാൽ മതി. ഇപ്പം ഈ അപ്പനിങ്ങനെ ഓടുക. അതിനിടയ്ക്ക് ഫീസ് ഇതായി, പരീക്ഷ എഴുതാൻ വയ്യാതെ വന്നു, ലോൺ കിട്ടാതായി. ഈ മനുഷ്യൻ ഡയബറ്റിക്കാണ്.
എന്നിട്ട് എന്തൊക്കെ ജോലിയും ബിസിനസ്സൊക്കെ ചെയ്ത് ഇങ്ങനെ കുടുംബമൊക്കെ പോകുന്നുണ്ട്. ചിലരൊക്കെ സഹായിച്ചു. പക്ഷെ ഇത്രയും ഭാരിച്ചത്തിനകത്തല്ല, നമ്മുടെ ചാരിറ്റിക്കൊക്കെ ലിമിറ്റില്ലേ. ഒരു ദിവസം മക്കൾ അച്ഛനെ വിളിച്ചു. ലാസ്റ്റ് കോൾ അതായിരുന്നു ഞാൻ മനസ്സിലാക്കുക. അപ്പാ 3 ദിവസമായി കഴിച്ചിട്ട് പണിയില്ല, 3 ദിവസമായി പട്ടിണിയാണ്, 2 കുഞ്ഞുങ്ങൾ ഗയാനയിൽ പട്ടിണിയാണ്. ഈ മനുഷ്യൻ അത് കേട്ടിട്ട് കിടന്നു കട്ടിലോട്ട്, പിന്നെ ഉണർന്നിട്ടില്ല. ആ ഉറക്കത്തിൽ നെഞ്ചു പൊട്ടി ചത്തുപോയി. 6 മണിയാകുമ്പോൾ ആരോ വന്നുണക്കുമ്പോൾ ചത്ത് കിടപ്പുണ്ട്. എനിക്ക് പോലും മനസ്സിലാക്കാൻ ഒത്തില്ലല്ലോ എന്നുള്ള സങ്കടം. ഗയാനയിൽ മക്കൾ 3 ദിവസമായി കഴിച്ചിട്ടെന്ന് കേട്ടിട്ട് കിടന്ന അപ്പൻ നെഞ്ചു പൊട്ടി മരിച്ചുപോയി. 2 മാസം ഒരു ഓഗസ്റ്റ് നടന്ന കാര്യമാണ്. പക്ഷെ കർത്താവ് പറയുന്നു, മുമ്പ് ഇങ്ങനെ കുറെ പേരെ കൊണ്ടു നിർത്തുമെന്ന്. ആരെയാ? ചെറിയവരെ കണ്ടിട്ട് നമ്മൾ കാണേണ്ടിയിരുന്നവരെ കൊണ്ടു നിർത്തിയാൽ. അപ്പോൾ അതീസൽക്കാരം എന്ന് പറയുന്നത് വലുതുകളുടെ പാർട്ടിയല്ല. പാർട്ടി കർത്താവില്ല. ആരും പേടിക്കേണ്ട, ധൈര്യമായിട്ട് പറഞ്ഞു, പാർട്ടി കർത്താവില്ല. പാർട്ടി കർത്താവില്ല. ബർത്ത്ഡേ പാർട്ടി ഹോട്ടലിലാണെന്ന് കേട്ടു. ഭയങ്കര പാട്ടും DJ പാർട്ടിയും. കൊച്ചിൻ്റെ ബർത്ത്ഡേയാ, ആട്ടിച്ച് പൊളിക്കുക, എല്ലാം കൂടെ ഡാൻസ് ചെയ്യുക. അതിനിടയ്ക്ക് ആരാണ്ട് വന്ന് ചോദിച്ചു, വേർ ഇസ് ദ ബേബി? ബേബി ഉണ്ടെങ്കിൽ ഡാൻസ് ചെയ്യാനൊക്കാത്തതുകൊണ്ട് ബേബിയെ വീട്ടിലാക്കിയിട്ട് വന്നേക്കുക. അടിച്ച് പൊളിക്കണ്ടേ? അതിന് ബേബി ഇൻകൺവീനിയൻറ്റ്, ബേബിയെ സെർവൻ്റെ അടുത്താക്കി. എന്നിട്ട് ബേബിയുടെ എന്തോ ആഘോഷിക്കുക, ബർത്ത്ഡേ. അവിടെ കർത്താവ് കാണും? കർത്താവ് കാണില്ല. പക്ഷെ കർത്താവ് കാണുമെന്ന്. ചെറിയവര്, നമ്മൾ കണ്ടിട്ട് കാണാതെ പോകുന്ന ചെറിയവരെ കൊണ്ട് നിർത്തേണ്ട ഒരു ദിവസം വന്ന. ഞങ്ങൾക്ക് വീട്ടിൽ എൻ്റെ ചെറുപ്പത്തിൽ ഉണ്ടായൊരു സംഭവമുണ്ട്. അപ്പം ഒരു ദിവസം വീട്ടിൽ പറഞ്ഞു, ഞങ്ങൾ ഇന്നൊരു ഗസ്റ്റ് വരും ഉച്ചയ്ക്ക്. അപ്പോൾ വലിയൊരു ഗസ്റ്റ് ആരണ്ട് വരുന്നുള്ള പ്രതീതിയാണ്. അമ്മയോടും പറഞ്ഞില്ല, ആരോ വലുതാണ് വരുന്നത്, അതിനുള്ള എല്ലാം കൊടുത്തു. അപ്പം കട്ട്ലേറ്റും ബ്രെഡും. മലയാളിക്കാണ് 4 കോഴ്സ് പഠിപ്പിച്ചത്. മലയാളിയാണ്, സായിപ്പല്ല. ഫസ്റ്റ് കോഴ്സ് കട്ട്ലേറ്റ് സലാഡ്, സെക്കൻഡ് കോഴ്സ് ബ്രെഡ് മട്ടൻ സ്റ്റൂ അല്ലെങ്കിൽ കോഴി മപ്പാസ്, 3 ചോറ് എരശ്ശേരി പുളിശ്ശേരി, വെള്ളം ഇറങ്ങരുത്, 4 പഴം പഞ്ചസാര, മൂവാറ്റുപുഴയിലോട്ട് ചെന്നാൽ പഴം പാനി. 4 കോഴ്സായോ? 4 കോഴ്സ് ആദ്യം കൊടുത്തു തുടങ്ങി ആരാ? മലയാളി. 4 കോഴ്സാ ആണോ? 4 കോഴ്സാ. അപ്പം 4 കോഴ്സിൻ്റെ വിരുന്നും വെപ്രാളും ഒക്കെയാണ്. ഉച്ചയായപ്പം താണ്ട് വരുന്നു. എല്ലാ കല്യാണത്തിനും വിളിക്കാതെ ഉണ്ണാൻ പോകുന്ന ഒരാളെയും കൊണ്ട്, എല്ലാ കല്യാണത്തിനും വിളിക്കാതൊക്കെ അന്ന് ഉണ്ണാൻ പോകുന്ന ഒരാളെയും കൊണ്ട് എന്നിട്ടിരുത്തി വിലയൊക്കെ ഇട്ട് ചോറ് കൊടുത്തു. ഭയങ്കര ആഘോഷമായിട്ട്. എന്നിട്ട് വലിയ ആദരവോടെ അയച്ചു. പോയപ്പം പപ്പ ഞങ്ങളോട് പറഞ്ഞു, വേണേ ഒരു ഹോട്ടലിൽ നിന്ന് ചോറ് മേടിച്ചു കൊടുക്കാം, നമ്മുടെ ഒരു സന്തോഷം, അല്ലെങ്കിൽ 100 രൂപ കൊടുക്കാം. പക്ഷെ ഇവിടെ കൊണ്ടിട്ട് നിങ്ങളുടെ കൂടെ ഇരുത്തി വിരുന്നൊരുക്കി കൊടുത്തത് കുഞ്ഞുങ്ങളെ ഒരു കാര്യം പഠിപ്പിക്കാനാണ്. എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ. അനർത്ഥകാലത്ത് യഹോവ അവനെ വിടുവിക്കും. മറക്കരുത്, അതിസൽക്കാരം ചെറിയവരാ. ഈ കൊച്ചായുസിൽ ഒത്തിരി അടുത്ത് യാത്ര ചെയ്തു. ഒരിക്കൽ ഞാൻ UK പോവാ. ഞാനൊരു കോൺഫറൻസിൻ്റെ ഗസ്റ്റായിട്ട് പോവാ. അങ്ങനെ ഗസ്റ്റ് സ്പീക്കറായിട്ടൊക്കെ പോയാൽ അവരെനിക്ക് ഹോട്ടൽ തരും, എല്ലാ കാര്യവും എല്ലാം അറേഞ്ച് ചെയ്തേ പോകത്തുള്ളൂ, ടിക്കറ്റ് തരും. അങ്ങനെ പോകുമ്പോൾ ഞാൻ താമസിക്കുന്ന നല്ലൊരു ഹോട്ടലിൽ അവിടെ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് എല്ലാ കാര്യങ്ങളെല്ലാം ഉണ്ട്. അവരെ ഹൈലി ഓണർ ചെയ്യും. പക്ഷെ അന്ന് ഉച്ചയ്ക്ക് എനിക്കൊരു കല്യാണമുണ്ട്, അത് രാത്രിയിലാണ് പോവുക. കല്യാണം ഒരു കോളനിയിലാണ്. ഞാൻ കല്യാണത്തിന് ചെന്നപ്പോൾ ഭക്ഷണം കഴിക്കാതിരുന്നപ്പോൾ ഒരു കപ്പട മീശയുള്ളൊരു അച്ഛൻ, നല്ല പ്രായ, നരച്ച മീശ, മുറുക്കി തുപ്പിയൻ്റെ പാടെല്ലാം ഉണ്ട്. അപ്പച്ചൻ എൻ്റെ അടുക്ക വന്ന് ചോദിച്ചു, സ്വദേശിയെ എവിടാ വീട്? അപ്പം ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ മെനന്തോട്ട് ഹോസ്പിറ്റലിൽ അടുത്ത് ഇറങ്ങുന്നില്ല. പുള്ളി എന്നെ ഇങ്ങനെ നോക്കിയിട്ട് ചോദിച്ചു, അവിടെ എനിക്കൊരു അമ്മമ്മയെ അറിയായിരുന്നു. ഞാൻ ചാരാ എലിക്കുട്ടി മാമ. അറിയാമോ? അറിയാം. ആരാ? എങ്ങനെ അറിയാം? ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മയാ. ആ മനുഷ്യൻ എനിക്ക് ഉമ്മ തന്നു. ഉമ്മ
അത് ഉമ്മ എന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ, ആ ഉമ്മയായിരുന്നു അത്. കെട്ടിപ്പിടിച്ച ഉമ്മ. ഓടിപ്പോയി അമ്മച്ചിയെ വിളിച്ചോണ്ട് വന്നു. എടീ, ഇത് അമ്മാമ്മയുടെ മോനാടീ. അമ്മാച്ചി എനിക്ക് ഉമ്മ വന്നു. ഞാൻ ചോദിച്ചു, എന്തിനാ ഇത്? അപ്പം അവരോട് പറഞ്ഞു, കുറേ വർഷം മുമ്പ് ഞങ്ങളുടെ ഒരു ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു മേനാന്തോട്ടം. അതിൻ്റെ പാവങ്ങൾ കിടക്കുന്ന ഒരു വാർഡുണ്ട്. ആ വാർഡിൽ അപ്പൻഡിസൈറ്റിസ് സെപ്റ്റിക്കായി ഇദ്ദേഹം കിടക്കുക. 2-3 ആഴ്ച കിടന്നു. ഒന്നുമില്ലാത്തവരാ. അപ്പോൾ എൻ്റെ അമ്മ അതുവഴി പോയപ്പോൾ ഇവരെ കണ്ടു. അവർ കിടന്ന് ഡിസ്ചാർജ് ചെയ്യുന്നിടം വരെ 3 നേരം കഞ്ഞിയും ചോറും കൊണ്ട് കൊടുത്തു. അതിൻ്റെ സന്തോഷമാണ്. ഇന്ന് എളിയവൻ എവിടെല്ലാം പോയി, എവിടെല്ലാം യാത്ര ചെയ്യുന്നു. ഞാൻ ഓർക്കും, ആർക്കൊക്കെ ചെറിയവർക്ക് വെച്ച് വിളമ്പിയത് കൊണ്ട് അവനാർക്കും കടക്കാരനല്ല. ദിവസം പറയുന്നു, അതിഥി സൽക്കാരം മറക്കരുത്. അടുത്ത കാര്യം, തടവുകാരെന്ന പോലെ തടവുകാരെയും ശരീരത്തിൽ ഇരിക്കുന്നവരാകിയാൽ കഷ്ടം അനുഭവിക്കുന്നവരെ എന്ത് ചെയ്യണം? ഓർക്കണം. തടവുകാരെന്ന പോലെ തടവുകാരെ. തടവെന്നൊക്കെ പറയുന്നത് 2ആണ്. ഒന്ന് ലിറ്ററൽ തടവുണ്ട്, കുറ്റവാളികളാ. പക്ഷെ എപ്പോഴും ഓർക്കപ്പെടേണ്ട ഒരു കാര്യമുണ്ട്, എല്ലാ മനുഷ്യൻ്റെ അകത്തും ഒരു കുറ്റവാളികളുണ്ട്. എല്ലാ മനുഷ്യൻ്റെ അകത്തും ഏതിന് വളവിടുന്നോ അതായിരിക്കും ശക്തിപ്പെടുക. അതല്ലേ സത്യം? ഏതിന് വളവിടുന്നോ അതെന്ത് ചെയ്യും? ശക്തിപ്പെടും. പല്ലും ജയിലിൽ പോയതൊക്കെ സാഹചര്യത്തിലാണ്. അബദ്ധത്തിൽ അച്ഛൻ അമ്മയെ ഞെക്കിപ്പിടിക്കുമ്പോൾ അച്ഛനെ നിന്ന് രക്ഷിക്കാൻ വേണ്ടി മദ്യപിച്ച് വരുന്ന അപ്പനെ അടിച്ചപ്പം ചാവുമെന്ന് ഓർത്തതല്ല. പക്ഷെ കേസ് വന്നപ്പോൾ എന്തായി? കൊലപാതകമായി. ജയിലിൽ പോകേണ്ട വന്നവർ സാഹചര്യത്തിൻ്റെ പുറത്ത്. അവരെയൊക്കെ കുറച്ചുകൂടെ ആദരവായിട്ട് കാണാൻ. കാരണം ഞാനും ജയിലിൽ പോകേണ്ടവനായിരുന്നു. പക്ഷെ സുവിശേഷം എന്നെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടല്ലേ നമ്മൾക്കൊക്കെ ഒരു നല്ല മാന്യത കിട്ടിയത്. തടവുകാർ. 2ാമത്തെ ഒരു തടവുണ്ട്. പെട്ടെന്ന് സ്ട്രോക്ക് വന്ന, തളർന്നുപോയ, കിടന്നുപോയ എവിടാകും? തടവിലാകും, കിടപ്പിലാകും. തടവാത് ലിറ്ററലി തടവ. കുറച്ച് കെയറൊക്കെ കുറഞ്ഞ ഒരു സ്ഥലത്താണെങ്കിൽ, തിരിച്ചു മറിച്ചു വിടാൻ ആളില്ലെങ്കിൽ, ഒറ്റയാഴ്ച കിടന്നാൽ മതി, പുഴുവരിക്കും. ബെഡ്സോറൊക്കെ വന്നാൽ, നാട്ടിലൊക്കെ ഒത്തിരി പേർക്ക് ബെഡ്സോറ് വന്നാൽ പിന്നെ പുഴുവാ. ഞാനൊരു ബോഡി മരിച്ചെടുത്ത് മാറ്റുമ്പോൾ ഞാൻ എണ്ണി 90 പുഴുവിനെ. ലിറ്ററലി ഞാൻ എണ്ണി. ഞാനൊരു പാർസൽ, ഞങ്ങൾക്ക് രസമായിരുന്നു എണ്ണാൻ. പഠിക്കണ്ടേ? ബോഡി എടുത്ത് അങ്ങോട്ട് മാറ്റിയപ്പം കിടന്നെടുത്തു നിന്ന് എണ്ണിയതാ. ഇതൊക്കെ ഉള്ളൂ മനുഷ്യൻ. ആകപ്പാടെ ഒരാഴ്ച കിടന്നേ ഉള്ളൂ. അപ്പം തടവിലായി പോകാമായിരുന്ന മനുഷ്യരെല്ലാവരും ഒരു സ്ട്രോക്ക് വന്നാൽ മതി, ഒന്നും വേണ്ട. എത്രയോ പേര് പോയ വഴിക്ക് ഒറ്റ വീഴ്ച തെന്നി വീണു. ആ കിടപ്പാണ് ഇപ്പോഴും കിടക്കുന്നത്. നമ്മളെ പലരും വീണപ്പോൾ നമ്മൾ ആദ്യം നോക്കിയത് എഴുന്നേക്കാമോന്ന്, 2ാമത് നോക്കിയത് ആരെങ്കിലും കണ്ടോന്നാ. ആരും കണ്ടില്ലെന്ന് കണ്ടപ്പം കൂളായിട്ട് അങ്ങ് പോയില്ലേ. ആ കിടപ്പവിടെ കിടന്നായിരുന്നെങ്കിലും തടവിലായി പോത്തില്ലായിരുന്നോ? ആ BP കൂടിയപ്പം, സ്ട്രോക്കായപ്പം. പക്ഷെ തടവിലായി പോയില്ല. എന്തിനാണെന്നറിയാമോ? ദൈവത്തിന് പർപ്പസ് ഉണ്ട്. തടവുകാരെ കാണുമെന്നുള്ള പർപ്പസ്. ആരൊക്കെയോ കിടപ്പുണ്ട്, നമ്മളൊന്ന് ചെല്ലാൻ നോക്കി. 2ാമത്തെ ഒരു വാക്ക്, ശരീരത്തിലിരിക്കുന്നവരാകയാൽ ആരെ ഓർക്കണം? കഷ്ടം അനുഭവിക്കുന്നവരെ ഓർക്കണം. എല്ലാവരും എവിടെ ഇരിക്കുന്നേ? എല്ലാവരും എവിടെ ഇരിക്കുക? ശരീരത്തിലാണെന്നുള്ളവരൊന്ന് കൈവക്കാമോ? ശരീരത്തിലാണേ, ഉറപ്പാണേ, ശരീരത്തിലാണേ. ഈ ശരീരത്തിൽ ഇപ്പം നാളെ എബ്രാ അച്ഛൻ്റെ കാര്യം പറഞ്ഞു, ആൻജിയോപ്ലാസ്റ്റി. എനിക്ക് ചെയ്യാൻ പേടിയാ. പല ടെസ്റ്റും ചെയ്യുമ്പോൾ പോലും നമ്മൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ച് ഉരുകി ഉപവസിച്ചാൽ ബ്ലഡ് വർക്ക് പോലും കൊടുക്കുന്നത്. കാരണം കൊടുക്കുമ്പോഴേ അറിയത്തുള്ളൂ എന്തോ ഉണ്ടെന്ന്. വല്ലതും ഉണ്ടെങ്കിലും. പക്ഷേ ചിലപ്പോൾ ഉണ്ടായിട്ടായിരിക്കാം, ഇല്ലായിട്ടായിരിക്കാം ഇങ്ങനെ വണ്ടി ഓടുന്നത്. ആരുടെ കൃപ കൊണ്ടാ? ദൈവത്തിൻ്റെ കൃപ കൊണ്ട്. ശരീരത്തിൽ ഇരിക്കുന്നവരെപ്പോഴും ഓർത്തോണം, ആരെയാ? കഷ്ടം അനുഭവിക്കുന്നവർ. കഷ്ടത്തിലായിപ്പോയാൽ ഭയങ്കര കഷ്ടമാണ്. വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു പശ്ചാത്തലത്തിലായിട്ടും 10 വർഷത്തോളം അടുപ്പിച്ച് ഡയാലിസിസ് ചെയ്തൊരു പെങ്ങൾ എനിക്കുണ്ടായിരുന്നു. കണ്ടിന്യൂസ് ആകുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ പോകും. വെളുപ്പിനെ 3 മണിക്കത്തെ സ്ലോട്ടായിരുന്നു നമ്മൾ പോവുക.
3 മണിക്ക് തന്നെ പോകണം. കാരണം പിള്ളേർ കൊച്ച അളിയനില്ല, അവിടെ ഇല്ല. അപ്പോൾ അവൾക്ക് ബൈസ്റ്റാൻഡർ ഇല്ല, ഉള്ളത് ഞാൻ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കില്ലേ. അപ്പോൾ അവളിനോട് പറയടാ 3 മണിക്ക് പോകണം, പൈസ വേണം, ഞാൻ എവിടെയെങ്കിലും പ്രസംഗിക്കാൻ പോയേക്കുമായിരിക്കും, കിട്ടുന്ന കൊണ്ട് വേണം അവൾക്ക് കൊണ്ട് കൊടുക്കാൻ. ഞാൻ 1 മണി 1:30 ആകുമ്പോൾ അവിടെ എടുക്കുക വരും. അന്നേരം അവളെ ഉണർത്തിയാൽ പിന്നെ അവൾ ഉറങ്ങത്തില്ല, BP കൂടും. ഞാൻ ആ വാതൊക്കെ കിടക്കും 3 മണി വരെ. അവൾ ഇറങ്ങി വരാൻ ഡയാലിസിസിന് പൈസ കൊടുക്കാൻ. കഷ്ടങ്ങൾ വലുതാ, നമുക്ക് കുറച്ചറിയാം ഇതൊക്കെ അനുഭവിച്ചുകൊണ്ട്. പക്ഷെ എപ്പോഴും ഓർക്കപ്പെടേണ്ട ഒരു കാര്യമുണ്ട്, എവിടെ ഇരിക്കുക? ശരീരത്തിലാ. എന്തിനു വേണ്ടി ഇരുത്തിയിരിക്കുക? കഷ്ടം അനുഭവിക്കുന്നവരെ ഓർക്കാൻ. ഓർത്താ പ്രാർത്ഥിക്കും, പ്രാർത്ഥിച്ചാൽ ഒന്ന് വിളിക്കും, വിളിച്ചാൽ ചിലപ്പം കൈ ചലിക്കും, ചിലപ്പോൾ ഒന്ന് പോയി കാണും. എന്നെ ദൈവം ഇരുത്തിയിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാ? കഷ്ടം അനുഭവിക്കുന്നവരെ ഓർക്കാൻ. മറക്കരുത്, കഷ്ടം അനുഭവിക്കുന്നവരെ ഓർക്കാൻ. പലപ്പോഴും എനിക്കും ശാരീരിക പ്രയാസങ്ങൾ പലതും ഉണ്ടായിട്ടുണ്ട്, വേഴ്സായിട്ടുണ്ട്. പക്ഷെ ഒറ്റ കാര്യം കൊണ്ടാണ് തമ്പുരാൻ രക്ഷിച്ചത്. എങ്ങനെയൊക്കെ ഒന്ന് രക്ഷിച്ചു. ഞാൻ ഈ അടുത്തിടയ്ക്ക് ഇവിടെ എവിടെയോ പറഞ്ഞു, ഞങ്ങളുടെ കൺവെൻഷൻ കഴിഞ്ഞപ്പോൾ 3 പോത്തിനെ ഞങ്ങൾ വെട്ടിക്കൊന്നു. കൺവെൻഷന് ഫുഡ് കൊടുക്കാൻ 3 പോത്തിനെ വെട്ടി. ഞാനിവിടെ നിന്ന് വെട്ടി. രസമാണ്, നമുക്കൊരാവേശമല്ലേ. എല്ലാം ഇത് വെട്ടുന്നൊക്കെ പാസ്റ്റർമാർ ഞങ്ങളുടെ കൂടെ ഉണ്ട്, വശമുള്ള പിള്ളേർ എല്ലാം കൂടി വെട്ടി ഒരയ്ക്ക് വാരിയെടുത്ത് പോട്ടി വെച്ച് കപ്പ ബിരിയാണി വെച്ച് പോട്ടിയെടുത്ത് ബോട്ടി ഫ്രൈ ആക്കി അടിച്ച് പോത്തിനെ കൊടുത്തു. എന്നിട്ട് ഞാൻ ഇങ്ങനെ വന്നിട്ട് പുഷ്പഗിരി ചെന്ന് എൻ്റെ ബ്ലഡ് എടുത്തപ്പോൾ എൻ്റെ കിഡ്നി ഫങ്ഷൻ എല്ലാം പോയി, ക്രിയാറ്റിനെല്ലാം കൂടുതലാണ്. എനിക്കങ്ങ് സങ്കടമായി. ഡോക്ടറിനോട് പറഞ്ഞു, നീ ഇറച്ചി മുട്ട് പിന്നെ ഒന്നും കഴിക്കരുത്, പയർ കഴിക്കരുത്, 2 വീക്സിൽ റിപ്പീറ്റ് ചെയ്യണം, എന്നിട്ട് ഡിസ്ചാർജ് ചെയ്യുക. എല്ലാം കേട്ടു. ഞാൻ പുറത്ത് ജീപ്പ് എടുത്തുകൊണ്ട് അങ്ങോട്ട് മാറിയിരുന്നിട്ട് ഒറ്റ കരച്ചിൽ കരഞ്ഞു. തമ്പുരാനെ, 3 പോത്തിനെ വെട്ടിയിട്ടാണ് ഞാൻ വരുന്നത്. ഇനി അതിൻ്റെ കടം വീണ്ട ഞാൻ 1 വർഷം കൺവെൻഷൻ പ്രസംഗിക്കണം. എന്നോട് തിന്നരുത് പറഞ്ഞാൽ ദോഷമല്ലേ, മോശമല്ലേ കർത്താവേ? അങ്ങനെ പറയാൻ നോക്കുമോ? എൻ്റെ മക്കളെ ഞാൻ തിരിച്ച് വീട്ടിൽ പോയി. എനിക്കങ്ങ് ഭയങ്കര സങ്കടമായി. ഞാൻ രാത്രി കിടക്കുക, എനിക്കങ്ങ് ഭയങ്കര മനപ്രയാസം. അവനവൻ്റെ കാര്യം വരുമ്പോൾ എത്ര എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പേടിയില്ലേ. പിന്നെ ഏറ്റവും വലിയ പാടാണ് ഈ മരണമാണ്, രോഗമാണെന്നൊക്കെ പറഞ്ഞിട്ട് അത് കണ്ടുകൊണ്ട് ജീവിക്കുക. ഞാൻ കിടന്നു. ഞാൻ വെളുപ്പിന് ഒരു ദർശനം കാണുക. മുംബൈയിൽ ഒരു തങ്കച്ചാനുണ്ട്. തങ്കച്ചാൻ എന്ന് പറഞ്ഞ മനുഷ്യൻ സാധുവാണ്, താടിയൊക്കെ ഇത്രയുണ്ട്, നോട്ട് മാരീഡ്, സന്യാസി പോലെ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. ഭയങ്കര ഭക്തനാണ്, പ്രാർത്ഥനാ മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ അടുക്ക് ഒത്തിരി പേര് ഈ രോഗികൾ പ്രാർത്ഥിക്കാൻ വരും, മറാഠികളൊക്കെ. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഗ്രാമത്തിലാണ്, എല്ലാവർക്കും സൗഖ്യം കിട്ടും. വലിയ വെല്ലോണൊന്നും അല്ല, പക്ഷേ ഭക്തനായൊരു മനുഷ്യന്. ഒരിക്കൽ എന്നെ കണ്ടപ്പം പറഞ്ഞു, മോനെ നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ടെന്ന് പറഞ്ഞു. അതെനിക്ക് വലിയ സന്തോഷമായി. ഞാൻ രാവിലെ ദർശനം കാണും, ഒരു സ്വപ്നം കാണാൻ പുള്ളി എൻ്റെ അടുക്ക വന്നിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് എണ്ണയിട്ട് പൂശി പ്രാർത്ഥിക്കുന്നു. ഞാൻ ഉണർന്നു, സ്വപ്നമല്ലേ. അപ്പം ഞാൻ നേരം വെളുത്തൊരു 8 മണിയായപ്പോൾ ഈ അച്ചായനെ വിളിച്ചു. തങ്കച്ചായോ, റാന്നിന്ന് പ്രിൻസാ. ആണോടാ മോനെ, വെളുപ്പിനെ ഞാൻ നിൻ്റെ മുറി വന്ന് പ്രാർത്ഥിച്ചായിരുന്നു. ഇതിനെ എനിക്ക് തിയോളജിക്കലി വ്യാഖ്യാനിക്കാൻ കഴിയത്തില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞു എക്സ്പീരിയൻസാണ്. ഞാൻ വെളുപ്പിനെ നിൻ്റെ മുറി വന്ന് പ്രാർത്ഥിച്ചിടാൻ നിനക്ക് വേണ്ടി ധൈര്യമായിട്ട് പൊക്കോ, നോ പ്രോബ്ലം. ഞാൻ ചെന്നപ്പോൾ എല്ലാം മാറി. അങ്ങനെ എന്തെല്ലാം അനുഭവങ്ങളിൽ കൂടെ പോയോണ്ടോ തമ്പുരാൻ നിർത്തിയത്. ശരീരത്തിലാണെങ്കിലും നിർത്തിയത് ഒറ്റ കാര്യത്തിനാണ്. നമ്മൾ ജീവിച്ചിരുന്ന കഷ്ടം അനുഭവിക്കുന്നതിനെ ഓർക്കുന്നൊരു പ്രതീക്ഷ കർത്താവിനുള്ളത് കൊണ്ട് ആ പ്രതീക്ഷ നഷ്ടപ്പെടുത്തരുത്. ദൈവത്തിൻ്റെ കഷ്ടം അനുഭവിക്കുന്നവരെ ഓർക്കണം. 4 കാര്യങ്ങൾ. 1, ബന്ധങ്ങളെ ധ്യാനിക്കണം. അവർ മരിച്ചു പോകുന്നതിന് മുമ്പ്, മരിച്ചാൽ പിന്നെ ബന്ധമില്ലല്ലോ, കൂടെ മരിക്കുന്നതിന് മുമ്പ് കുറച്ചുകൂടെ സ്നേഹിക്കാൻ. 2, ചെറിയവരെ കുറച്ചുകൂടെ ഓർക്കാൻ. ഇളയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ. 3, തടവിലാകാതിരുന്നത് തടവുകാരെ കാണാൻ. 4, ശരീരത്തിലാണ് ആരെ ഓർക്കണം? കഷ്ടം അനുഭവിക്കുന്നവരെ. കണ്ണുകളടച്ച്